ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാസുവേട്ടൻ്റെ കടയിലേക്കാണ്. അതായത് ചാലക്കുടിയുള്ള എലിഞ്ഞപ്രയിലാണ് വാസുവേട്ടൻ്റെ കട വരുന്നത്. അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും വാസുവേട്ടൻ്റെ കടനെ പറ്റി. ഫുഡീസിനൊക്കെ നല്ലോണം അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് നമ്മുടെ വാസുവേട്ടൻ്റെ കട. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അവിടേക്കാണ് പോയത് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു മണി 2 മണി ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടില്ലേ അവിടുത്തെ തിരക്കും. അപ്പോൾ ഞങ്ങളും കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ടേബിളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു ഫാമിലി റൂം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റിങ്ങിൽ നിന്ന ടൈമും കൊണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവരൊരു പേപ്പർ തരും നമുക്ക്. അതിനകത്ത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് നിൽക്കട്ടെ പറയാം. പിന്നെ പറഞ്ഞ ഒരു മോയില് ഊണ് പറഞ്ഞില്ലല്ലോ. ഊണത്ര വരും എല്ലാവരും ഊണല്ല. അപ്പൊ നമ്മളെത്ര പേരുണ്ട്? പോലെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയൊരു ഫാമിലി റൂം പോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഏരിയ. അപ്പോൾ അവിടെ 2 സൈഡിലായിരുന്നു ടേബിൾ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ഭാഗത്തെ ആൾക്കാർ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ വേഗം ചെന്ന് അവിടെ സ്ഥലം പിടിച്ചു. കാരണം ആരെങ്കിലും വന്നിരിക്കണേക്കാൾ മുമ്പ് വന്നിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ സ്ഥലം പിടിച്ചു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ളവർ എനിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കൊച്ചു വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ വാസുവേട്ടൻ്റെ കട വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോയി. അപ്പുറത്തെ സൈഡിലുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയപ്പോൾ നമ്മുടെ ടേബിൾ കുറച്ച് വലിച്ച് അവരെ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നമുക്ക് ഇരിക്കാവുന്ന രീതിയിലാക്കി. അങ്ങനെ അവിടെ എല്ലാവരും കേട്ടോ. എനിക്ക് വേണം ഒരല. പിന്നെ ഫുഡ് കൊണ്ടുവച്ചപ്പോൾ ഒരു ബഹളായിരുന്നു. അതായത് എവിടെ നിന്നൊക്കെ ഏതൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരു ആക്രാന്തം കാണിച്ച് അവിടെ നിന്ന് എവിടെ നിന്നും കൈയിട്ട് വലിയൊരു കഴിപ്പായിരുന്നു കേട്ടോ. അതങ്ങനെ ഇല ഇട്ടിട്ട് ഇലയിൽ ചോറും പിന്നെ മാങ്ങാക്കറി അതുപോലെ സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് നമുക്ക് ചെമ്മീൻ ചമ്മന്തി അതുപോലെ പയറ് മെഴുക്ക് വരട്ടി അച്ചാർ അങ്ങനത്തെ ചെറിയ ചെറിയ കറികളുണ്ട്.
ഒരു ഫിഷ് പൊള്ളിച്ച് കൊണ്ടാ ഇല്ല പൊള്ളിച്ചത് തന്നെ പറഞ്ഞേ. ബാക്കി എന്നിട്ട് വേണ്ടതാ എന്നിട്ട് വേണമെങ്കിൽ പപ്പടം കൂട്ടി കുഴക്കിയില്ലേ ഇവിടെ ഉണ്ട്. വീടോട്ട് പുറത്തേക്ക് വീടോട്ട് പുറത്തേക്ക് കാമ്പല്ല പിലോപ്പി മോൾക്ക് വേണ്ട മീൻ പൊള്ളിച്ചത് കഴിച്ചോടാ നല്ല രസാ. അടിപൊളി മസാല മീൻ പൊള്ളിച്ചത് ലച്ചുന് വേണ്ട അത് കച്ചമ്പർ ചേട്ടാ ഇതിൽ കഴിക്കോ ഇത്തിരി കുറച്ച് ആ കച്ചമ്പർ. പൊന്നോ മസാല അടിപൊളിയാട്ടാ മിസ്സാക്കണ മസാല മിസ്സാക്കല ഇതെന്നിട്ട് പിന്നെ പോർക്കല്ലേ മസാല ടേസ്റ്റ് ഫ്രൈ കൈ മസാല അടിപൊളിയാ സൂപ്പർ മസാല മസാല പൊളി പൊളി ഇതെല്ലാം കഴിച്ചിട്ട് മോര് കുടിക്കാൻ പോണ അടിപൊളിയാവും. മീൻ പൊളിച്ചു മീൻ പൊളിച്ചു താറാവുണ്ട് താറാവുണ്ട് ഇവിടെ. താറാവുണ്ട് കേട്ടാ ശ്യാമോ താറാവ്. അങ്ങനെ വലിയൊരു പെരുമഴയൊക്കെ പെയ്ത് തോർന്നൊരവസ്ഥയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇലയൊക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് അതൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് നമ്മൾ പോയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയ ടൈമിലും ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം അന്നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 2:30 ഒക്കെ ആയി. ആ ടൈമിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പേര് വേറെ അടുത്തേക്കായിരുന്നു, കൊടുങ്ങല്ലൂർക്ക് പോകാനുണ്ടായിരുന്നു ആൻറ്റിയൊക്കെ. അവരൊക്കെ അങ്ങനെയും പോയി. ഞങ്ങൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്കും പോന്നു. അങ്ങനെ 2 വഴിക്കായിട്ട്